ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം ഇപ്രകാരമാണ് മർക്കോസ് ലീഗ വിവരിക്കുക. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. മലമുകളിലേക്ക് കയറി ദൈവിക സാന്നിധ്യത്തിലേക്ക് അവൻ കയറി നിന്നിട്ട് ഈശോ വിളിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. വിളിക്കപ്പെട്ടവരൊക്കെ ഈശോയുടെ സ്നേഹത്തിന് പാത്രീഭൂതരായവരാ. ഈശോ ഏറെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടവരാ. തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഒരു വിളി വരെ ഈശോ എന്ന്. ഈ കേട്ടവരെന്നാ ചെയ്തു? അവർ ഈശോയുടെ അടുത്തേക്ക് ചെന്നു. നീ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ച വ്യക്തിയാ. അതുകൊണ്ട് നീ ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുക. ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്ന നീ, ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ച നീ ഈശോയുടെ അടുത്താണോ എപ്പോഴും ആയിരിക്കുക. അതാണ് ജീവിതത്തിൽ നീ വിലയിരുത്തി നോക്കേണ്ടത്. ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ ഈശോ നിന്നെ പല കാര്യങ്ങളും ഫലമേൽപ്പിക്കും. തുടർന്ന് വരുന്ന വചനങ്ങൾ കാണുക. ഈശോയെ ദൗത്യം ഏൽപ്പിക്കുന്നതാണ്. ഈശോയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്ന ക്രിസ്ത്യാനിയാ നീ. ഈശോയുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട്, ആ ദൗത്യത്തിന് വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ജീവിതത്തെ നിനക്കനുസരിച്ച് ക്രമീകരിക്കുവാനും എപ്പോഴും നിന്നോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടുന്ന എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം കുമ്പിട്ട